അഞ്ചാണ്ട് മുമ്പൊരു ഓഗസ്റ്റ് 5 സ്പാനിഷ് നഗരമെന്ന് ഉണർന്നത് സർവരെയും അമ്പരിപ്പിക്കുന്ന ഒരു വാർത്തക്ക് കാതോർത്താണ്. കേട്ടവരൊക്കെയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. സംഭവിക്കുന്നത് എന്തെന്നറിയാതെ പലരും മരവിച്ച് നിന്നു. കേട്ടത് സത്യമാണോ എന്ന് ഉറപ്പിക്കാൻ അവർ പലയിടത്തും അന്വേഷിച്ചു. അവർക്ക് അതിനൊരു ഉത്തരവും കിട്ടി. കേട്ടത് ശരിയാണ്. ലയണൽ മെസ്സി ബാഴ്സ വിടുന്നു. 2 പതിറ്റാണ്ട് കാലത്തെ കറ്റലോണിയൻ സഹവാസത്തിന് താരം തിരശ്ശീലിടുന്നു. അന്ന് ആ നഗരത്തിൽ നട്ടുച്ചക്ക് പോലും ഒരു തരി വെളിച്ചമുണ്ടായിരുന്നില്ല. സകലുടെയും കണ്ണിൽ ഇരുട്ട് മാത്രം. 3-ാം നാൾ ക്യാമ്പ് നൂ ഒരുങ്ങിയത് ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാനായിരുന്നു. തങ്ങളുടെ പ്രാണനോളം പ്രിയപ്പെട്ടവൻ തങ്ങൾ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ. കൊറോണ കാലമായിരുന്നെങ്കിലും സകല ജാഗ്രതാ നിർദ്ദേശങ്ങളും മറികടന്ന് മെസ്സിയുടെ ജേഴ്സിയും ചിത്രങ്ങളുമൊക്കെയായി ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഒഴുകിയെത്തി. അവരുടെ മുഖത്തെ സേഫ്റ്റി മാസ്കുകളൊക്കെയും കണ്ണീരിൽ കുതിർന്നിരുന്നു. ദുഃഖഭാരത്താൽ പലർക്കും തല ഉയർത്തി നിൽക്കാൻ പോലുമായില്ല. സ്റ്റേഡിയം കോംപ്ലക്സിലെ 1899 ഓഡിറ്ററി ഹാളാണ് ചടങ്ങിന് വേദിയാവുന്നത്. ടീം സ്റ്റാഫ് അംഗങ്ങൾ ട്രോഫികൾ ഓരോന്നായി അകത്തേക്ക് കൊണ്ടുവന്നു. 10 ലാലിഗയും 7 കോപ്പ ഡെൽ റേയും 4 ചാമ്പ്യൻസ് ലീഗും അടക്കം 35 ട്രോഫികൾ. താരങ്ങൾ ഓരോരുത്തരായി വേദിയിലെത്തി. റൊണാൾഡ് കോമാന്റെ നേതൃത്വത്തിലുള്ള കോച്ചിംഗ് സ്റ്റാഫും കാർലോസ് പുയോളിനെ പോലുള്ള ഇതിഹാസങ്ങളും പിന്നാലെ വന്നു. പ്രസിഡന്റ് ജോൺ ലപ്പോർട്ടയ്ക്കൊപ്പം സദസ്സിലെത്തിയ മെസ്സിയുടെ കുടുംബം ആദ്യ വരിയിലിരുന്നു. അതോടെ സകല കണ്ണുകളും ആ പ്രവേശന കവാടത്തിലേക്ക് മാത്രം ഒതുങ്ങി. വിളറിച്ചു വന്ന മുഖവുമായി അയാൾ പതിയെ വാതിൽ തുറന്നു വന്നു. എങ്ങും മൂകത മാത്രം തളം കെട്ടി നിന്നു. എന്തു പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ മൈക്കിന് മുന്നിൽ നിന്ന് മെസ്സി കണ്ണീർ പൊഴിച്ചു. തിരമാലയിൽ സ്വയം തകർന്നടിയുന്ന മണൽക്കൊട്ടാരം പോലെ അയാൾ ആ വേദിയിൽ നിന്ന കാഴ്ച ആര് മറക്കാനാണ്? വിതുമ്പി കരയുന്ന അയാൾക്ക് നേരെ അന്റോണേല ഒരു വെളുത്ത തൂവാല നീട്ടി. പക്ഷേ ആ ക്ലബ്ബുമായി അയാളുടെ ആത്മബന്ധത്തിൻ്റെ ഓർമ്മകൾ കണ്ണീരായി പൊഴിയുമ്പോൾ ഏത് തൂവാലക്കാണ് അതിനെ തടഞ്ഞു നിർത്താനാവുക? 2 പതിറ്റാണ്ട് കാലത്തെ ഓർമ്മകൾ അയവിറക്കി മെസ്സി സഹതാരങ്ങൾക്ക് നന്ദി പറയുമ്പോൾ സദസ്സിലിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. സമീപകാലത്തൊന്നും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവർ കരുതിയിട്ടില്ലാത്ത ദിവസം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരുമ്പോൾ ആരായിരുന്നാലും ഒന്ന് പതറിപ്പോവും. എത്ര കട്ടിയുള്ള മനസ്സാണെങ്കിലും ഒന്ന് ഉലഞ്ഞു പോവും. മുൻ പ്രസിഡന്റ് ജോസഫ് ബർത്തമ്യൂ നടത്തിയ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ ബാക്കിപത്രമായിരുന്നു ആ പടിയിറക്കം. ലാലിഗയുടെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ നിയമങ്ങൾ തകരാതിരിക്കാൻ ക്ലബിന് നടത്തേണ്ടി വന്ന കടുങ്കൈ. പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ ജോൺ ലപ്പോർട്ട തന്റെ വിജയത്തിന് പിന്നാലെ നടത്തിയൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. മെസ്സിയെ ക്ലബിൽ നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന വലിയ പ്രഖ്യാപനം. പക്ഷേ അതിനെല്ലാം അല്പായുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. താരത്തിന്റെ കരാർ പുതുക്കാനാവാതെ ക്ലബ് ചരിത്രത്തിൽ ഒരു ഇതിഹാസ താരത്തിന് നൽകിയ ഏറ്റവും മോശ യാത്രയയപ്പ് നൽകി ബാഴ്സക്ക് മെസ്സിയെ യാത്രയക്കേണ്ടി വന്നു. സംഭവം അരങ്ങേറി 5 വർഷം പിന്നിടുമ്പോഴും ഓരോ ബാർസ ആരാധകന്റെ ഉള്ളിലും ആഗസ്റ്റ് മാസം ഒരു നോവായി തുടരുന്നുണ്ടാവും. ഏറെ കാലങ്ങൾക്ക് ശേഷം ഈ സീസണിലാണ് ബാർസ FFPയിൽ 1:1 റേഷ്യോയിലെത്തുന്നത്. അതായത് റവന്യൂ ഇനത്തിൽ നേടുന്ന മുഴുവൻ സംഖ്യയും ക്ലബിന് പുതിയ താരത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് തന്നെയാണ് ഗോർഡനെയും അഡേമിയയും എല്ലാം അവർക്ക് അതിവേഗം ടീമിലെത്തിക്കാനായത്. ഹൂലിയൻ അൽവാരസിന് വേണ്ടി ടീം ഏതറ്റം വരെയും പോകുമെന്ന് ലപ്പോർട്ട പ്രഖ്യാപിച്ചതും ഈ കോൺഫിഡൻസിന്റെ പുറത്താണ്. സെന്റർ ബാക്കിലും സ്ട്രൈക്കറിലും അവർക്കൊരാളെ വേണം. മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ആർക്ക് വേണ്ടിയും പണമെറിയാൻ ബാർസ ഇപ്പോൾ പ്രാപ്തരാണ്. ആരെയാവും ഡെക്കോയും സംഘവും പുതിയ സീസണിന് മുന്നോടിയായി ടീമിലെത്തിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ.